അതെ, നമ്മള് ശോഭാമാള് വരെ ഒന്ന് പോയായിരുന്നേ. അമ്മയ്ക്ക് ഒരു ചെരുപ്പ് മേടിക്കണം, വേറെ ഉദ്ദേശമൊന്നുമില്ല. കൂട്ടത്തിൽ അല്ലറ ചില്ലറ കറക്കം. ബൈക്കിൽ പോകുന്ന സെറ്റപ്പ് കണ്ട ആരും പേടിക്കണ്ട, ചന്ദ്രനിലോട്ടൊന്നുമല്ല. വെയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രിക്കോഷൻ എടുത്തതാണ്. ചെരുപ്പ് മേടിക്കൽ തന്നെയല്ല ഉദ്ദേശം, നമുക്കിവിടെ മൊത്തത്തിലൊന്ന് കറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. തൃശ്ശൂരിൽ നിന്ന് അനിയത്തെയും ജോയിൻ ചെയ്തായിരുന്നേ. ആദ്യം നമ്മൾ കയറിയത് ട്രെൻഡ്സിലാണ്. കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാലും നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ചെരുപ്പ് തരുമോ എന്ന് ചോദിച്ച പോലെയായിരുന്നു അവിടുത്തെ ചേച്ചിമാരുടെ നോട്ടവും പെരുമാറ്റവും ഒക്കെ. അതുകൊണ്ട് നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല. അതിനുശേഷം യൂസ്ഡ് എന്ന ഫാഷൻ സ്റ്റോറിൽ കയറി. അവിടെ അത്യാവശ്യം കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ചെരുപ്പൊന്നും പിടിക്കാത്തതുകൊണ്ട് നമ്മൾ അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ നോക്കി. ഈ വൈറ്റ് കളറിൽ ചെറി ബ്ലോസം വരുന്ന ഈ ഒരു ടോപ്പ് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. ട്രൈ ചെയ്ത് നോക്കിയപ്പോ കൂടുതൽ സ്യൂട്ട് ആവുന്നത് എനിക്കാണ്. അപ്പോ അത് നമ്മൾ അങ്ങോട്ട് വാങ്ങാന്ന് തീരുമാനിച്ചു. പിന്നെ അത് ഇട്ടിട്ട് കുറച്ചു നേരം പട്ടിഷോയൊക്കെ നടത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. 15 മിനിറ്റ് വെയിറ്റിംഗ് ടൈം കഴിഞ്ഞ് നമ്മുടെ ഫുഡ് വന്നുട്ടാ. 3 തരം ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ മേടിച്ചത്. 3ഉം ഇച്ചിരി ഇച്ചിരി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്തു. കൂട്ടത്തിൽ നമ്മളൊരു ചില്ലി ചിക്കൻ പറഞ്ഞിരുന്നു. അതിന്റെ ഇടയില് അനിയത്തി 2-3 പെമ്പിള്ളേരൊക്കെ നല്ല ഭംഗിയുള്ള പെമ്പിള്ളേരൊക്കെ കാണിച്ചു തന്നായിരുന്നു. നമുക്കതൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഫുഡ് വന്നാൽ പിന്നെ നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോകുമല്ലോ. തെറ്റിദ്ധരിക്കണ്ട, ഈ പെമ്പിള്ളേരെ വായി നോക്കുന്ന സ്വഭാവം ചില പെമ്പിള്ളേർക്ക് ഉണ്ടാവും. വേറെ ആർക്കെങ്കിലും ആ സ്വഭാവം ഉണ്ടോ ഞങ്ങളുടെ പോലെ? ഫുഡിന് ശേഷം നമ്മൾ 2-3 ജ്യൂസും ട്രൈ ചെയ്തായിരുന്നേ. അതിനുശേഷം നമ്മൾ സ്റ്റുഡിയോയില് പോയി. സ്റ്റുഡിയോന്നാണ് അമ്മയ്ക്കുള്ള യഥാർത്ഥ ചെരുപ്പ് കിട്ടിയത്. പിന്നീട് നമ്മുടെ അനുയായിക്ക് വേണ്ടി 2-3 ടോപ്പ് നോക്കിയായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ അത് ഓവർ സൈസ് ആയതുകൊണ്ട് മേടിക്കാൻ നിന്നില്ല. മോളിലുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചു നേരം തണലത്തും അവിടെ ലേക്ക് സൈഡിൽ പോയി കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ പ്രഹസനം, നമ്മളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് നീങ്ങി ഒരു ചെറിയ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഇന്നത്തെ യാത്ര ശുഭാക്കി. അപ്പ ബൈ.